നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഒരു ദിവസം കൊണ്ട് തന്നെ ഉടുപ്പി ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം, മൂകാംബിക ദേവീക്ഷേത്രം, മുരുടേശ്വരം മഹാദേവ ക്ഷേത്രം, ഗോകർണം ശിവക്ഷേത്രം തുടങ്ങിയ ക്ഷേത്രങ്ങൾ എങ്ങനെ നമുക്ക് ദർശനം നടത്താൻ സാധിക്കും എന്ന തരത്തിലുള്ളൊരു വീഡിയോ ആണിത്. ഞങ്ങൾ ഉടുപ്പിയിലേക്കാണ് ടിക്കറ്റ് എടുത്തത്. ഞങ്ങൾ 8 പേര് 4 ഫാമിലി ആയിട്ടുണ്ടായിരുന്നു. ഉടുപ്പിയിലാണ് ഇറങ്ങിയത്. അവിടെ നിന്ന് നമ്മളൊരു വാഹനം അറേഞ്ച് ചെയ്ത് മുന്നോട്ട് പോയി. ആദ്യമായി നമ്മൾ പോയത് ഉടുപ്പി ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലാണ്. ഇവിടെ ഇപ്പോൾ കാണുന്നൊരു ഭജനമഠമാണ്. പുറത്ത് ഭക്തജനങ്ങൾ ഇരുന്ന് പുരാണ പാരായണങ്ങൾ ചെയ്യുന്നുണ്ട്. 6 മണിക്ക് മാത്രമേ അവിടെ ക്ഷേത്രം ഭക്തജനങ്ങൾക്ക് കാണാനായി തുറക്കുകയുള്ളൂ. ഇന്നത്തെ പ്രത്യേകതയായിരിക്കാം, നമ്മൾ ചെന്നപ്പോൾ അങ്ങനെയായിരുന്നു. ചിലപ്പോൾ ഇന്ന് നേരത്തെയും കാണാൻ സാധിക്കുമായിരിക്കും. എന്തായാലും 6 മണിയായപ്പോൾ ക്യൂ ഓപ്പണായി. ഞങ്ങൾ കയറി. ഞങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. വളരെ തിരക്ക് കുറവായിരുന്നു. കുറച്ച് ക്യൂവിലൂടെ നടന്നാൽ നമുക്ക് ദർശനത്തിലുള്ള പ്രധാന ക്യൂവിലേക്ക് എത്താൻ സാധിക്കും. നടക്കുന്ന സമയത്ത് നമ്മുടെ വലതുഭാഗത്ത് ക്ഷേത്രത്തിൻ്റെ ഒരു കുളം ഉണ്ടവിടെ. അത് കാണാൻ നല്ല സൗന്ദര്യമാണ്. പ്രഭാതമായതുകൊണ്ട് തന്നെ ചെറിയ ലൈറ്റ് വെട്ടമൊക്കെ ഉള്ളതുകൊണ്ട്. അതിനുശേഷം കുറച്ചും കൂടി നടന്ന് നമ്മളതിൻ്റെ ക്യൂവിൻ്റെ ലാസ്റ്റ് എത്തി. അവിടെ നമുക്ക് കുറച്ച് അല്പസമയം നിൽക്കേണ്ടി വന്നു. അവിടെ നിന്ന് വീണ്ടും നമുക്ക് കുളത്തിൻ്റെ കൃത്യമായിട്ട് ദർശനമൊക്കെ നമുക്ക് സാധിച്ചു. അല്പം കഴിഞ്ഞപ്പോൾ അവിടെ ഒരു പ്രധാന പുരോഹിതൻ, അദ്ദേഹം ദർശനം കഴിഞ്ഞ് പുറത്തേക്ക് പോയി. അതിനുശേഷമാണ് നമുക്ക് മുഖത്തേക്ക് കയറി ദർശനം നടത്താൻ അവസരം കിട്ടിയത്. ക്ഷേത്രത്തിനകത്ത് ക്യാമറ അലൗഡല്ല, അതുകൊണ്ട് ക്ഷേത്രത്തിനകത്ത് ദൃശ്യങ്ങൾ എടുക്കാൻ സാധിച്ചില്ല. പുറത്തേക്ക് വന്നാൽ അവിടെ ഒരു ഗോശാല, ഭക്ഷണശാല, അതേപോലെയുള്ള പ്രധാന ചെറിയ ശാലകളുണ്ട്. പുറത്ത് നവഗ്രഹ ക്ഷേത്രം, മറ്റ് ഉപദേവതകൾ ഒക്കെയുണ്ട്. അതേപോലെ 1-2 പ്രധാന വിഗ്രഹങ്ങൾ ഒക്കെയുണ്ട് അവിടെ ഈ രാവിലെ ദർശനം എത്താൻ കുറച്ച് ആൾക്കാർ എത്തിയിരുന്നു. ശേഷം അവിടെ നിന്ന് ഞങ്ങൾ യാത്ര ചെയ്ത് വരുന്ന വഴിയിൽ പ്രഭാത ഭക്ഷണം, ഉടുപ്പിയിൽ വിശേഷമായി ദോശകൾ, മസാല ദോശകളൊക്കെ നമുക്ക് നല്ലതാണ് കഴിക്കാൻ കഴിയുന്ന ഒരു സ്ഥലമാണ് ഉടുപ്പി. അപ്പോൾ അവിടുന്ന് ഭക്ഷണമൊക്കെ കഴിച്ച് ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങി. അതിനുശേഷം മൂകാംബിയിലെ കാര്യം ഞാൻ വിശദമായിട്ട് പറയുന്നില്ല, കാരണം വളരെ വിശദമായൊരു വീഡിയോ നേരത്തെ മൂകാംബി നമ്മൾ ചെയ്തതായതുകൊണ്ട് അതിൻ്റെ കാര്യങ്ങൾ വളരെ വിശദമായി പറയുന്നില്ല. അന്ന് നമ്മളോട് പലരും സൗവർണിക നദി ഒന്ന് കാട്ടിത്തരണം എന്ന് പറഞ്ഞിരുന്നു. അതുകൊണ്ട് ഇത്തവണ സൗവർണിക നദിയുടെ വീഡിയോ നമ്മൾ കുറച്ചെടുത്തിട്ടുണ്ട്. ക്ഷേത്രത്തിൻ്റെ വീഡിയോകൾ വലുതായിട്ട് എടുത്തിട്ടില്ല. സരസ്വതി മണ്ഡപമാണിത്. അത് കഴിഞ്ഞിട്ട് സൗവർണികയിൽ പോയി. അവിടെ ഇറങ്ങാൻ യാതൊരു വിധമായിട്ടുള്ള അനുമതിയുമില്ല. വളരെ അത്ര ശക്തമായ ഒഴുക്കാണ് സൗവർണികയിൽ. വളരെ ശക്തമായ ഒഴുക്കാണ്. മല അടിച്ചു ഒഴുകുന്ന ഒരു കടൽ പോലെയാണ് സൗവർണിക ഉള്ളത്. അവിടെ നിന്ന് വീണ്ടും ഞങ്ങൾ യാത്ര ചെയ്തു. ഇനി ഗോകർണത്തിലേക്കാണ് പോകുന്നത്. 10:30 മൂകാംബിയിൽ നിന്ന് ഇറങ്ങിയത്. അല്പം സ്പീഡിലാണ് വാഹനം പോയിക്കൊണ്ടിരിക്കുന്നത്. നല്ല എക്സ്പെർട്ടഡ് ഡ്രൈവറാണ് അദ്ദേഹം. ആദ്യം അവിടുത്തെ ഒരു ദേവി ശിവക്ഷേത്രം ആണ് അവിടുത്തെ പ്രധാനം. അവിടെ എത്തി. അതിനുശേഷം അവിടെ അടുത്ത് തന്നെ ഒരു ഗണപതി ടെമ്പിളുണ്ട്, അതിൻ്റെ ഉപദേവതയായിട്ട് ഒരു വലിയ അമ്പലമാണ് അത്. അതിനുശേഷം നമ്മൾ പുറത്തേക്ക് വരുന്ന വഴിയാണ് ഈ കാണുന്നത്. ക്ഷേത്രത്തിനകത്ത് അലൗഡല്ല ക്യാമറ. പുറത്തേക്ക് വരുന്നത് കാഴ്ചകളാണ്. ഈ അമ്പലത്തിൻ്റെ മുൻവശമാണ് ഇതൊക്കെ കാണുന്നത്. ഇവിടെ നമ്മൾ മുന്നോട്ട് പോയാൽ ഒരു ബീച്ചിലേക്ക് എത്തും. അവിടെ ശങ്കരാചാര്യസ്വാമിയുടെ ഒരു പ്രതിമ വെച്ചിട്ടുള്ളൊരു മണ്ഡപമുണ്ട്. ബീച്ചിൻ്റെ ഇരു സൈഡിലും നിറച്ച് കടകളാണ്. ഫലവ്യഞ്ജന വസ്തു, അതായത് ഈ സുഗന്ധദ്രവ്യങ്ങളാണ് കൂടുതൽ അവിടെ വിൽപ്പനയുള്ളത്. അതിനുശേഷം നമുക്ക് അവിടെ ആഹാരം കഴിക്കാനുള്ള സംവിധാനം ഉണ്ട്. ഒരു ഭോജനശാലയുണ്ട്. നമുക്കവിടെ ഭക്ഷണം ഫ്രീ ആണ്. ഭക്ഷണം സൗജന്യമായി ലഭിക്കും. അത് കഴിഞ്ഞാൽ നല്ലൊരു ബീച്ചാണുള്ളത്. നേരത്തെ ഒരു തവണ ഞാൻ പോയ സമയത്ത് ബീച്ചിൽ നമുക്ക് കുറച്ച് കൂടുതൽ സമയം ചിലവഴിക്കാൻ സാധിച്ചിരുന്നു. പക്ഷേ ഇതിപ്പോൾ നല്ല ശക്തമായ കടലേറ്റം ഉള്ളതുകൊണ്ട് ആരെയും ബീച്ചിലേക്ക് അവർ ഇറക്കുന്നില്ല. അതുകൊണ്ട് ഞങ്ങൾ വളരെ വേഗം അവിടെ നിന്ന് തിരിച്ചു. അല്ലെങ്കിൽ കുറേയേറെ സമയം നമുക്കവിടെ ചിലവഴിക്കാൻ കഴിയുന്നതും കാണാനൊക്കെ കടലൊക്കെ ഇറങ്ങാൻ പറ്റുന്ന ഒരു സ്ഥലമായിരുന്നു. പക്ഷേ ഇത് ശക്തമായ തിരയും മറ്റു കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഞങ്ങൾ അവിടെ നിന്നില്ല, തിരിച്ചു പോരുന്നു. എൻ്റെ ബീച്ചിൽ നിന്ന് കാണുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. ഇറങ്ങുമ്പോഴും നല്ല മഴയുണ്ട്. റോഡൊക്കെ നല്ല വെള്ളത്തിലാണ്. വരുന്ന വഴിക്കൊക്കെ
നല്ല ശക്തമായ മഴ നമുക്ക് അനുഭവിക്കാൻ സാധിച്ചു. ഇനിയിപ്പോൾ നമ്മൾ പോകുന്നത് മുരുടേശ്വരത്തേക്കാണ്. മുരുടേശ്വരം വളരെ വലിയ പ്രതിമകളെ കൊണ്ടും ഗോപുരങ്ങളെ കൊണ്ടും അലങ്കൃതമായ ഒരു ക്ഷേത്രമാണ്. ഇത് മുരുടേശ്വരത്തിൻ്റെ കവാടമാണ്. ഇവിടെ നിന്ന് മുന്നിലേക്ക് പ്രവേശിച്ച് ഇനിയും കുറച്ച് ദൂരം ചെന്നാൽ മാത്രമേ മുരുടേശ്വരത്ത് എത്താൻ പറ്റൂ. ദൂരെ നിന്ന് തന്നെ നമുക്ക് ഉയർന്നു നിൽക്കുന്ന ഗോപുരവും മഹാദേവൻ്റെ ഒരു പ്രതിമയും ചെറുതായിട്ട് കാണാം. മഴയായതുകൊണ്ട് ഗ്ലാസ്സിൽ വെള്ളം ഉള്ളതുകൊണ്ടാണ് ചെറുതായി കാണാൻ പറ്റാത്തത്. പിന്നെ നമ്മൾ നേരെ അടുത്ത് ചെന്നാൽ വളരെ ഭംഗിയായിട്ടുള്ളൊരു ഗോപുരമാണ്. ഇതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രധാനമായിട്ടുള്ള ആകർഷണം. ഗോപുരം 22 നിലയുള്ള ഒരു ഗംഭീരമായിട്ടുള്ള തല ഉയർത്തി പിടിച്ച് നിൽക്കുന്ന ഒരു ഗോപുരം. ഇത് വളരെ വിശേഷമായിട്ടുള്ള ഒരു കാഴ്ചയാണ് ഇവിടുത്തത്. ദൂരെ നിന്ന് ഇത് കാണാൻ പറ്റും. പിന്നെ അവിടെ നമുക്ക് ഫോട്ടോസ് എടുക്കാം. ഫോട്ടോ എടുക്കാൻ അവിടെ ആളുണ്ട്, അവർ നമുക്ക് ഫോട്ടോ എടുത്തു തരും. സാധാരണഗതിയിൽ ഇതിന് മുകളിൽ ലിഫ്റ്റ് വഴി കയറി മുകളിലത്തെ ദൃശ്യങ്ങളൊക്കെ പകർത്താൻ പറ്റുന്നതാണ്. പക്ഷേ ഇപ്പോൾ അവിടെ എന്തോ നിർമ്മാണ പ്രവർത്തനങ്ങൾ അതിൻ്റെ നടക്കുന്നുണ്ട്. അതിന് ലിഫ്റ്റ് അവർ ക്ലോസ് ചെയ്തിരിക്കുന്നു. പെയിൻറ്റിങ് മറ്റെന്തോ ഒക്കെ നടക്കുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ മുന്നിലേക്ക് കയറിയാലാണ് നമുക്ക് ക്ഷേത്രത്തിലേക്ക് പ്രവേശിക്കാൻ സാധിക്കുന്നത്. ക്ഷേത്രം ശിവൻ്റെ ക്ഷേത്രമാണ്. സാധാരണ നമ്മുടെ സമ്പ്രദായത്തിലുള്ള ഒരു ക്ഷേത്രമായിട്ട് തന്നെ കാണാൻ പറ്റും. അത്യാവശ്യം നല്ല വൃത്തിയും ഒക്കെയുള്ള ഒരു ക്ഷേത്രമാണ്. ഇവിടെയും എന്തൊക്കെയോ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയോ അതിൻ്റെ ഭംഗി കൂട്ടാനുള്ള കാര്യങ്ങളൊക്കെ വേണ്ടിയിട്ട് എല്ലാം കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്തു വെച്ചിരിക്കുകയാണ്. അകത്ത് ചില സ്ഥലങ്ങളിൽ മൊബൈൽ ഫോൺ അലൗഡ് അല്ല. ഇപ്പോൾ അകത്തേക്ക് നമ്മൾ പ്രവേശിച്ചാൽ മുകളിൽ പടികൾ കയറി മുകളിൽ ചെന്നാൽ അവിടെ നിന്നുകൊണ്ടുള്ള ദൃശ്യമാണിത്. ഇതും വളരെ കൗതുകമായൊരു കാഴ്ചയാണ്. നല്ല വിശാലമായ കടൽ, ആ കടലിൻ്റെ സൈഡിലുള്ള കാഴ്ചകൾ. നല്ലൊരു സ്ഥലമാണൊരു ടൂറിസ്റ്റ് പ്ലേസ് തന്നെയാണ്. ഇതിനകത്തുള്ള കാഴ്ചയാണിത്. നല്ല 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 ഗോപുരങ്ങളോട് കൂടിയുള്ള ക്ഷേത്രങ്ങൾ. എല്ലാ ക്ഷേത്രത്തിലും ഒരു നല്ല ഭംഗിയായിട്ട് സൂക്ഷിച്ചിട്ടുണ്ട് എല്ലാ അമ്പലങ്ങളും. അവിടുത്തെ വിഗ്രഹങ്ങൾ പുറത്ത് വച്ചിരിക്കുന്നതാണിത്. അവിടുത്തെ എല്ലാ സ്ഥലത്തും ഭക്തജനങ്ങൾക്ക് വിശാലമായി തൊഴാനുള്ള സൗകര്യങ്ങളും മറ്റുമൊക്കെ ക്ഷേത്ര ഭരണസമിതി ട്രസ്റ്റിൻ്റേതായിട്ടുള്ളതാണ് ഈ അമ്പലം. ട്രസ്റ്റ് ഒരുക്കിയിട്ടുണ്ട്. ഇതിന് നമുക്ക് പുറത്തേക്ക് പോയാൽ കാണുന്ന വിശാലമായൊരു സ്ഥലത്ത് നിന്ന് വീണ്ടും നമുക്ക് ഒരു ശിവൻ്റെ ശ്രീകോവിലേക്ക്, ശിവൻ ഭഗവാൻ, എല്ലാം ശിവൻ ഭഗവാൻ തന്നെ എങ്കിലും ആ ഉയർന്നു നിന്ന പ്രതിമ കണ്ട സ്ഥലത്തേക്ക് നമുക്ക് പോകാനായിട്ട് സാധിക്കും. അത് പുറത്തേക്ക് ഇറങ്ങി വീണ്ടും കുറച്ചുകൂടി മുകളിലേക്ക് നടക്കണം. മുകളിൽ ചെന്നുള്ള ദൃശ്യമാണിത്. ആ മുകളിൽ കാണുന്ന ഇപ്പോൾ നമ്മളെ കണ്ടുപോയ ഒരു സ്ഥലം, അതൊരു കോഫി ഷോപ്പാണ് കടലിൻ്റെ സൈഡിൽ. അവിടെ നിന്ന് എടുത്തിട്ടുള്ള മുകളിൽ നിന്ന് എടുത്തിട്ടുള്ള ദൃശ്യമാണിത്. നല്ല സൗന്ദര്യമാണ് അവിടെ നിന്ന് കാണാൻ. അവിടെ നിന്ന് വീണ്ടും നമുക്ക് മുകളിലേക്ക് കയറിയാൽ ഈ പറയുന്ന ശിവഭഗവാന്റെ വലിയ പ്രതിമയുടെ അടുത്തേക്ക് പ്രവേശിക്കാനായിട്ട് സാധിക്കും. നമുക്ക് ദൂരെ നിന്ന് പ്രതിമ കാണാം. നല്ല ദൂരെ നിന്നാൽ വളരെ ജീവൻ തുടിക്കുന്ന തരത്തിലുള്ള ശിവഭഗവാന്റെ ഒരു പ്രതിമയാണ് കാണാൻ സാധിക്കുക. ഉടുക്ക്, അതേപോലെ തൃശൂലം ഒക്കെ ഏന്തിയിട്ട് മഹാദേവൻ ഇരിക്കുന്ന തരത്തിലുള്ള ഒരു പ്രതിമയാണ്. ആ പ്രതിമ എല്ലാവരെയും ആകർഷിക്കുന്ന തരത്തിലുള്ള നല്ല ഗംഭീരമായത് നിർമ്മിച്ചിട്ടുണ്ട്. സിമെൻറ്റിൽ തന്നെയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. സിമെൻ്റ് ആവാനാണ് സാധ്യത. അത് മറ്റ് കാര്യങ്ങളായിട്ട് നിശ്ചയിച്ചിട്ടുണ്ട്. അതിന് അവിടെ നിന്ന് നമ്മൾ പുറത്തേക്ക് നോക്കിയാൽ മറ്റൊരു സ്ഥലത്ത് ഇതേപോലൊരു ശില്പം, നമ്മുടെ ഭഗവത്ഗീതയിൽ ഭഗവാൻ രഥം നയിക്കുന്ന തരത്തിലുള്ള ശില്പവും അവിടെ ഒരു സൂര്യഭഗവാന്റെ ഒരു ശില്പമൊക്കെ നമുക്ക് അവിടെ നിന്ന് കാണാൻ സാധിക്കും. അവിടെ നിന്നും പുറത്തേക്ക് ഇതേപോലെ നമുക്ക് ആ ഗോപുരവും ഒക്കെ നമുക്ക് സ്റ്റില്ല് എടുക്കാനും ഒക്കെ പറ്റിയൊരു സ്ഥലമാണ്. നമ്മൾ ആദ്യം കണ്ട ശിവഭഗവാന്റെ വലിയ വിഗ്രഹത്തിന് പ്രദക്ഷിണം ചെയ്യാൻ നമുക്കുള്ള അവസരമുണ്ട്. ചുറ്റിന് നല്ല സ്ഥലമുണ്ട്. അത് പ്രദക്ഷിണം പൂർത്തീകരിച്ചെത്തിയാൽ അതിൻ്റെ മുൻവശത്ത് ചെറിയൊരു ക്ഷേത്രത്തിലേക്ക് പ്രവേശിക്കാൻ, ഉള്ളിലേക്കും ക്യാമറ അലൗഡ് അല്ലാത്തതുകൊണ്ട് നമ്മളെടുത്തിട്ടില്ല. അതിനുശേഷം അവിടെ നിന്ന് കാണുന്ന പുറത്തേക്കുള്ള ദൃശ്യങ്ങളാണിത്. നമ്മൾ പുറത്തേക്ക് വന്നു. തുടർന്ന് അതിൻ്റെ പുറകുവശങ്ങളൊക്കെയാണ് നമ്മളീ കാണുന്നത്. പുറത്തെ ചിത്രങ്ങളാണ്. അവിടെ നിന്നും കടലിൻ്റെ കുറച്ച് ഭാഗങ്ങളൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. താഴെ നിന്ന് ശിവഭഗവാന്റെ വിഗ്രഹം നമ്മൾ ഇത്തരത്തിൽ നോക്കിയാൽ ഇത്ര വലിപ്പത്തോടു കൂടിയാണത് കാണുന്നത്. നമുക്കത് സൂം ചെയ്താൽ തന്നെ എല്ലാം ഭംഗിയായി കാണുന്ന തരത്തിലാണ് ആ ചിത്രം ഉള്ളത്. നല്ല ജീവൻ തുടിക്കുന്ന ഒരു പ്രതിമയായിട്ടാണ്, എല്ലാവരെയും ആകർഷിക്കുന്ന തരത്തിലുള്ള ഒരു ചിത്രമാണ്. അതിനുശേഷം ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങി യാത്ര ചെയ്തു. നേരെ ഉടുപ്പിയിലെത്തി.
അവിടെ നിന്ന് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ട്രെയിൻ കയറാൻ പോവുകയാണ്. ഞാൻ പറഞ്ഞത്, നേരെ ഉടുപ്പിയിൽ ഇറങ്ങുക, അവിടെ നിന്ന് ഒരു വാഹനം അറേഞ്ച് ചെയ്യുക, രാവിലെ ഉടുപ്പി ക്ഷേത്രത്തിൽ പോയി തൊഴുക, അവിടെ നിന്ന് വാഹനത്തിൽ മൂകാംബികയിൽ നിന്ന് നേരെ ഗോകർണം, ഗോകർണത്തിൽ നിന്ന് നേരെ മുരുടേശ്വരം. അപ്പോൾ ഒറ്റ ദിവസം കൊണ്ട് നമുക്ക് ഈ 4 ക്ഷേത്രങ്ങളും കണ്ട് തിരിച്ച് ഒരു ഏകദേശം 6 മണിയോടുകൂടി 7 മണിയോടുകൂടി ഉടുപ്പിയിലെത്താൻ സാധിക്കും. എല്ലാവരെയും ഭഗവാൻ അനുഗ്രഹിക്കട്ടെ. നമസ്കാരം.